ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം എന്നീ 3 ഭൂമികകളിൽ പെട്ട വ്യക്തികൾക്ക് ധ്യാനാവസ്ഥയിലെത്തുക അസാധ്യമാണോ? ആ അവസ്ഥയിൽ ധ്യാനം അസാധ്യമാണ്. ക്ഷിപ്തം, മൂഢം, വിക്ഷിപ്തം എന്നതെ കടന്ന് ഏകാഗ്രം എന്നുള്ള അവസ്ഥയാണ് ധ്യാനം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം, ക്ഷിപ്തം, മൂഢം എന്നിവയിൽ ധ്യാനത്തിൻ്റെ ഒരാശയം പോലും പറയണ്ട. എന്നാൽ വിക്ഷിപ്ത ഭൂമികയിൽ ഇടയ്ക്കിടയ്ക്ക് ശാന്തമായ അവസ്ഥ വരും, ഇടയ്ക്കിടയ്ക്ക് കലങ്ങി മറിഞ്ഞ അവസ്ഥ വരും. ചിലപ്പോൾ കാണാൻ നല്ല മിടുക്കനായിട്ട് നല്ല ആൾ, എന്താ പ്രസന്നത, കുറച്ചു നേരം കഴിഞ്ഞാൽ കാണാൻ മുഖവും പൊറിപ്പിച്ച് ലഹളയും കൂടി, ഇതെന്താ അത്, പിന്നെയും കാണാൻ ശാന്തമായിട്ട്, പിന്നെയും കാണാൻ മറ്റേ പോലെ. ഈ അവസ്ഥയിലാണ് ഭൂരിഭാഗം ആൾക്കാരും ഉണ്ടാവുക വിക്ഷിപ്ത ഭൂമികയിൽ. അപ്പം ഈ വിക്ഷിപ്ത ഭൂമികയിൽ എപ്പോഴാണോ മനസ്സ് ശാന്തമാകുന്ന ഒരു സ്ഥിതിയുള്ളത്, ആ സമയത്ത് അവർക്ക് സൂക്ഷ്മ സാധനകൾ ചെയ്യാം. ധ്യാനം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, സൂക്ഷ്മ സാധനകൾ ചെയ്യാം. അപ്പോൾ പ്രാണായാമം, ധാരണ തുടങ്ങിയവയൊക്കെ ചെയ്യാം. വിവേകം, നിത്യാനിത്യ വിവേകം, മന്ത്രോപാസന ഒക്കെ ചെയ്യാം. അങ്ങനെ മന്ത്രോപാസന, ധാരണ, നിത്യാനിത്യ വിവേകം തുടങ്ങിയവ ചെയ്യുമ്പോൾ ഒരു ധ്യാനത്തിലേക്കുള്ള ഒരു സൂക്ഷ്മ പ്രവേശം അവിടെ ലഭിച്ചുകൂടാന്നില്ല. അങ്ങനെ ഉണ്ടല്ലോ, ഒരു മിന്നിമറിയുന്നത് പോലെ. അങ്ങനെ വരുമ്പോൾ അത്തരം സാധനാവൃത്തി വളരുകയും ഇതര വൃത്തികൾ കുറയുകയും ചെയ്യും. അങ്ങനെ ക്രമേണ വിക്ഷിപ്ത ഭൂമികയിലുള്ള ആൾക്ക് 4ാമത്തെ ഏകാഗ്രം എന്ന ഭൂമികയിലേക്ക് എത്തിച്ചേരാൻ കഴിയും. ഇതാണ് അതിന് പറയുന്നത്. അതേസമയത്ത് ക്ഷിപ്തത്തിലും മൂഢത്തിലുള്ള ആൾക്ക് ധ്യാനത്തെക്കുറിച്ച് പറയേ വേണ്ട, സാധിക്കില്ല.